നെയ്യാർ ഡാം ടാക്സി റിക്ഷ വെൽഫെയർ അസോസിയേഷൻ 22ാം വാർഷികം ആഘോഷിച്ചു. നെയ്യാർ ഡാമിൽ ശിവാനന്ദ ആശ്രമത്തിന് സമീപത്തായി കഴിഞ്ഞ 22 വർഷമായി പ്രവർത്തിച്ചു വരുന്ന നെയ്യാർ ഡാം ടാക്സി റിക്ഷ വെൽഫെയർ അസോസിയേഷന്റെ 22ാം വാർഷികം നെയ്യാർ ഡാം ഓണം വാരാഘോഷത്തിന്റെ വേദിയിൽ സമുചിതമായി ആഘോഷിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ മലയോര ഗ്രാമമായ നെയ്യാർ ഡാമിൽ ശിവാനന്ദ ആശ്രമത്തിന് സമീപം 2004 പ്രവർത്തനം ആരംഭിച്ച നെയ്യാർ ഡാം ടാക്സി റിക്ഷ വെൽഫെയർ അസോസിയേഷൻ അംഗങ്ങളായ ഡ്രൈവേഴ്സിന്റെ ഒരു ദിവസത്തെ വേതനത്തിൽ നിന്ന് 5% മാറ്റിവെച്ച് സാധുക്കളെ സഹായിക്കുന്നു. സൗജന്യ ആംബുലൻസ് സർവീസും ഇതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു. നെയ്യാർ ഡാം ഓണം വാരാഘോഷത്തിന്റെ സംഘാടകരായും ഇവർ നാടിനൊപ്പമുണ്ട്. നെയ്യാർ ഡാം ഓണം വാരാഘോഷത്തിന്റെ വേദിയിൽ കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി വിനോദ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന നെയ്യാർ ഡാം ടാക്സി റിക്ഷ വെൽഫെയർ അസോസിയേഷന്റെ സമ്മേളനം പാറശാല MLA CK ഹരീന്ദ്രൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് രാജേഷ് പൂനു സ്വാഗതം ആശംസിച്ചു. പാമ്പുകളുടെ തോഴൻ വാവ സുരേഷ്, സിനിമ സീരിയൽ താരം വിവേക് ഗോപൻ, മാതാ കോളേജ് ചെയർപേഴ്സണും ജീവകാരുണ്യ പ്രവർത്തകയുമായ ഡോക്ടർ ജിജി ജോസഫ് തുടങ്ങി വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച നിരവധി പേർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. ഒരു അസുര ചക്രവർത്തിയെയാണ്, നാട് നന്നായി ഭരിച്ച ഒരു ഭരണാധികാരിയെയാണ്, ജനങ്ങൾക്ക് മുഴുവൻ നന്മ ചെയ്ത ഒരു ഭരണാധികാരിയെയാണ് നാം ഓർക്കുന്നത്. ആ മഹാബലിയുടെ ഭരണകാലത്ത് ഉണ്ടായ അസൂയയും പകയും കാരണം ദാനശീലനായ മഹാബലിയെ കാണാൻ വന്ന് ദാനം ചോദിച്ച് ദാനം വാങ്ങി അവസാനം മൂന്നാമത് ചോറ് വയ്ക്കാൻ ഇടമില്ലാതെ ദാനശീലനായിട്ടുള്ള മഹാബലി ശിരസ് നൽകി ആ നൽകിയ വാഗ്ദാനം നിറവേറ്റി എന്നുള്ളതിൻ്റെ ഐതിഹ്യ കഥകളാണ് ഓണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത്. ശിവാനന്ദ ആശ്രമം ഡയറക്ടർ നടരാജ് ജി, നെയ്യാർ ഡാം അസിസ്റ്റന്റ് എഞ്ചിനീയർ സിദ്ദിഖ്, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, സാംസ്കാരിക സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. SSLC+2 വിജയികളെ അനുമോദിക്കുകയും നിർധനർക്ക് ഓണക്കോടി വിതരണം ചെയ്യുകയും ചെയ്തു. അസോസിയേഷൻ സെക്രട്ടറി സജി കൃതജ്ഞത രേഖപ്പെടുത്തി. സമ്മേളനത്തിന് ശേഷം വേദിയിൽ ഗാനമേള അരങ്ങേറി. സന്തോഷം. ഈ വേദിയിൽ ഇന്ന് എനിക്ക് പങ്കിടാൻ കിട്ടിയ ഈ അവസരത്തിന് ഞാൻ രാജേഷിന് ഒരുപാട് നന്ദി പറയുന്നു. കഴിഞ്ഞ 26 വർഷമായിട്ട് കാട്ടാക്കടയിൽ മാതാ കോളേജിൽ നിന്ന് പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രസ്ഥാനത്തിനുപരിയായിട്ട് ചാരിറ്റി എന്ന ആ ഒരു വലിയ കാര്യം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് സാമൂഹ്യ സേവനത്തിലുള്ള ഒരു ഡോക്ടറേറ്റ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിന്നും വെസ്റ്റ് സൗത്ത് അമേരിക്ക യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് കരസ്ഥമാക്കാൻ സാധിച്ചു എന്നുള്ള വിവരം ഈ സ്റ്റേജിൽ ഞാൻ നിങ്ങളെ അറിയിച്ചു കൊള്ളുന്നു. സാമൂഹ്യ സേവനം എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. ചെയ്തത് മനസ്സറിഞ്ഞ് തന്നെയാണ് സമൂഹത്തിന് വേണ്ടി ഞാൻ ചെയ്തു കൊടുക്കുന്നത്. ഇപ്പൊ ഇവിടെ പ്രസിഡന്റ് വലിയ ഗോൾ അടിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ ടാക്സി വെൽഫെയർ അസോസിയേഷന് എല്ലാവിധ ആശംസകളും നേരുന്നു. നെയ്യാർ ഡാം ടാക്സി റിക്ഷ വെൽഫെയർ അസോസിയേഷന്റെ സ്നേഹാദരവ്. സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം നടന്നപ്പോൾ അവിടെ ഉദ്ഘാടകനായി എത്തിയ ആളെല്ലാവരെയും ഒന്ന് ഞെട്ടിച്ചു കേട്ടോ. ഈ മതിലിന്റെ അങ്ങേയറ്റത്ത് ഒരു കപ്പലിന്റെ തട്ട് വെച്ചിട്ട് ഒരു മാമൻ വളരെ ഒരു എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട് വാക്ക് പറയാൻ. ആ മാമനാണ് നമുക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പുരസ്കാരം വാങ്ങുന്നത്. എൻ്റെ സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം 20 വർഷമായി ഞാൻ സ്റ്റുഡിയോ തുടങ്ങിയിട്ട് കേട്ടാ സ്റ്റാൻഡേർഡായിട്ട്. ഇവിടെ അതിൻ്റെ ഫ്രണ്ടിൽ ഞാൻ കാണുന്ന ഒരു വയസ്സായ വയോധികൻ കപ്പൻ തീർത്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റും ആ റോഡ് സൈഡിൽ ഇരിക്കുന്നത്. അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യണമെന്ന് ഞാനും എനിക്ക് അതിനുവേണ്ടി പ്രചോദനം നൽകിയ എൻ്റെ സുഹൃത്ത് ലാലഴവുമാണ്. അപ്പോൾ ഞങ്ങൾ മാത്രമേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. പല വിശിഷ്ട വിദ്യകളും അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്താണ് ഞങ്ങളത് അവരോട് എല്ലാവരും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിലൂടെ ഒരുപാട് കമൻസ് വന്നിരുന്നു. അദ്ദേഹത്തിന് ഒരു ഉടുതുണി വാങ്ങിച്ചു കൊടുത്തിട്ടില്ല, അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണ് എന്നൊക്കെ പലരും ചോദിച്ചു. പക്ഷെ ഞങ്ങളതൊക്കെ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ അന്വേഷിച്ചപ്പോഴത്തേക്കാണ് അദ്ദേഹത്തിന് ഒരു വീട് ഇല്ല എന്നുള്ളത്. പഞ്ചായത്തിൽ നിന്ന് ഒരു മണ്ണ് വീട് പദ്ധതിയിൽ അദ്ദേഹത്തിന് കാശ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അതിന് ഒരുപാട് ലേബർ ഉള്ളത് കൊണ്ട് ലിൻഡിൽ മട്ടമേ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു
മേസ്ത്രിയെ വിളിച്ച് അന്വേഷിച്ചു. അപ്പോഴത്തേക്ക് ഏകദേശം 5 ലക്ഷം രൂപയ്ക്ക് മേലിൽ ആ വീട് പൂർത്തിയാക്കാൻ വീണ്ടും വേണ്ടിവരും. ഞങ്ങളത് ഒരു 10-25 പേരെ കണ്ട് ആ വീട് പണി പൂർത്തിയാക്കി കൊടുക്കാമെന്നുള്ളത് തീരുമാനിച്ചു. ഞാനും സുഹൃത്ത് ലാലഴവായിട്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് നിങ്ങളത് തുടക്കം കുറിക്കുക. അപ്പോഴത്തേക്ക് അത് ചിലപ്പോൾ എന്തെങ്കിലും വർക്കൗട്ട് ആവുമെന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ട് അദ്ദേഹത്തിനെ വീണ്ടും പോയി കണ്ടു. എന്നെക്കാൾ കഴിയുന്ന ഒരു തുക ഞാൻ കൊടുത്തു, അദ്ദേഹവും കൊടുത്തു. ഒരു 30,000 രൂപയാണ് അദ്ദേഹത്തിന് ആദ്യം കൊടുത്ത് ഞങ്ങളൊരു വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടതിന് ശേഷം ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ അദ്ദേഹത്തിന് ഫോണില്ല. അപ്പോഴത്തേക്ക് ഈ കോളുകളെല്ലാം വരുന്ന എന്തിലാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു ബാങ്ക് അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടായിരുന്നു. വിളിക്കുന്നത് എല്ലാവരും എന്നായിരുന്നു വിളിച്ചിട്ടുള്ളത്. അത് ദുബായിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, മറ്റുള്ള സംസ്ഥാന ജില്ലകളിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, അമേരിക്കയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ചയും ആകുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഏകദേശം 2,60,000 രൂപ വീട് വയ്ക്കാനായിട്ട് ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട് വാർത്ത് കഴിഞ്ഞു, ബാക്കി പണികൾ നടക്കുന്നുണ്ട്.